റാഷിദ്, ഒരു വശത്ത് അക്രമ സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു, മറുവശത്ത് അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടുമെന്ന് ബിജെപി പറയുന്നു. എന്തൊക്കെയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളോടുള്ള പ്രതികരണം? കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ വലിയ തരത്തിലുള്ള അക്രമങ്ങളാണ് കേരളത്തിൽ ഉടനീളം അഴിച്ചുവിട്ടത്. അതിനെ പ്രതിരോധിക്കാൻ CPM അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകരും രംഗത്തിറങ്ങിയതോടുകൂടിയായിരുന്നു അക്രമങ്ങൾ വർദ്ധിക്കുകയും അത് രൂക്ഷമായ അവസ്ഥയിലേക്ക് കൈവിടുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. ഇത്തരമൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്രം ഇടപെടുന്നതും റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞത്. കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ്. എന്താണ് കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് പോലീസ് കൈക്കൊണ്ടത് എന്ന് സംബന്ധിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. അത് ലഭിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ വേണമോ അല്ലെങ്കിൽ തുടർ നടപടി വേണമോ എന്ന് സംബന്ധിച്ച് കേന്ദ്രം തീരുമാനമെടുക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു. അതിൽ ഏതൊക്കെ നിലയ്ക്ക് അവർക്ക് ഇടപെടാൻ കഴിയുമോ ആ നിലയ്ക്ക് അവർ ഇടപെടാൻ തയ്യാറെടുക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. മാത്രമല്ല BJPയുടെ ദേശീയ നേതൃത്വവും ഇന്ന് സമാനമായ താക്കീത് സർക്കാരിന് നൽകുന്നുണ്ട്. BJP പ്രവർത്തകർക്കെതിരെയും RSS പ്രവർത്തകർക്കെതിരെയും നടക്കുന്ന അക്രമങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, അത് തടയുന്ന സമീപനം സർക്കാർ കൈക്കൊണ്ടില്ല എങ്കിൽ വലിയ തരത്തിലുള്ള ഭവിഷ്യത്ത് സർക്കാർ നേരിടേണ്ടി വരും. ഭരണഘടനയുടെ പരിധിക്ക് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ തന്നെയായിരിക്കും സർക്കാരിന് നേരിടേണ്ടി വരിക. അതെന്താണ് എന്ന് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇന്ന് BJPയുടെ വക്താവ് GVL നരസിംഹറാവു പാർട്ടിയുടെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ട്.